ഹലോ സുഹൃത്തുക്കളെ, എൻ്റെ പേര് ഡോക്ടർ ജിമ്മി മാത്യു എന്നാണ്. ഞാനിങ്ങനെ സയൻസ് കമ്മ്യൂണിക്കേറ്ററാണ്. അല്ലാത്ത കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സൈക്കോളജി, മെഡിസിൻ ഇതിലൊക്കെയാണ് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ ഞാൻ അറിയാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പലർക്കും എന്നെ അറിയായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോകൾ ഇനി കാണണം എന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പ്രത്യേക ഒരു ആൻറ്റി ഡയബറ്റിക് മെഡിസിനായ മെറ്റ്ഫോമിലുണ്ടായ ഒരു 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 പേപ്പർ, മെറ്റ്ഫോമിനെ പറ്റിയുള്ള ഒരു പേപ്പർ ഞാൻ അടുത്ത് വായിക്കുകയുണ്ടായി. ഈ ഡയബറ്റീസിനെതിരായിട്ട് പല മരുന്നുകളുണ്ടല്ലോ, പക്ഷേ മിക്ക മരുന്നുകളും ആക്ട് ചെയ്യുന്നത് പാൻക്രിയാസിൻ്റെ പുറത്താണ്. അതായത് ഇൻസുലിൻ ആണ് സെക്രീറ്റ് ചെയ്യുന്നതാണല്ലോ ഡയബറ്റീസിൻ്റെ പ്രശ്നം. ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യാതെ ഇരിക്കുന്നതാണല്ലോ. അപ്പോൾ ഇൻസുലിൻ കൂട്ടുന്ന മരുന്നുകളാണ് ഒത്തിരി. അതേസമയം മെറ്റ്ഫോമിൻ, ഞാനൊക്കെ MBBS പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം മെറ്റ്ഫോമിൻ ആക്ച്വലി ഇൻസുലിൻ ഇതിലല്ല ആക്ട് ചെയ്യുന്നത്, പെരിഫറിയിലാണ്, പെരിഫറൽ ആക്ഷൻ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി അറിയില്ല. പക്ഷേ കുറേ മെറ്റബോളിക് ആക്ഷൻസ് ഉണ്ട് ലിവറിൽ, പിന്നെ പെരിഫറൽ സെൽസിൽ ഒക്കെ ആക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അത് ശരിയുമാണ് കുറേയൊക്കെ. പക്ഷേ ഈ അടുത്ത് ബെയ്ലർ കോളേജ് ഓഫ് മെഡിസിനിൽ നിന്നൊരു പേപ്പർ വന്നിരുന്നു. അതായത് മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന സാധനം ബ്രെയിനിൽ ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ബ്രെയിനിൽ വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസിൻ്റെ ചില ന്യൂറോൺസിൽ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെയുള്ള ബ്രെയിനിലുള്ള RAP1 എന്ന് പറയുന്ന ഒരു പ്രോട്ടീനെ സപ്രസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു രസകരമായ കാര്യം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇത് പെട്ടെന്ന് എൻ്റെ തലയിൽ ഇത് ശ്രദ്ധിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കാലമായിട്ട് നമുക്കറിയാമല്ലേ, അതായത് ഈ പ്രമേഹം എന്ന് പറയുന്ന ഈ ഡയബറ്റിസ് കുറച്ചൊക്കെ ഒരു ജനറ്റിക് കൂടെയാണ്. അതായത് നമുക്ക് ഈ ടൈപ്പ് 2 ഡയബറ്റിസ്, അതിനെപ്പറ്റിയാണല്ലോ നമ്മൾ കൂടുതലും പറയുന്നത്. ടൈപ്പ് 2 ഡയബറ്റിസ് ബേസിക്കലി ഒരു കുറേയൊക്കെ ജനിതകപരമായിട്ടുള്ളൊരു അസുഖം കൂടിയാണ്. അതായത് പല ആൾക്കാർക്കും പ്രമേഹം വരാനുള്ള സാധ്യത ഒരു ജനിതകപരമായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെയുള്ള പല ഡിസീസസും പോലെ തന്നെ കുറേ നമുക്ക് ഒരു ജീനൊന്നും പറയാൻ പറ്റില്ല, 100 കണക്കിന് ജീനുകൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പോൾ ആൾക്കാരിങ്ങനെ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുമ്പം ഡയബറ്റീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജീനുകൾ അപ്പം എന്നുള്ള ജീനുകളാണ് നമ്മൾ പെറുക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ജീൻ റിലേറ്റഡ് ആണ്, ഈ ജീൻ റിലേറ്റഡ് ആണ്. അപ്പോൾ ആ മിക്ക ജീനുകളും കോഡ് ചെയ്യുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് ഈ ഇൻസുലിൻ മെറ്റബോളിസത്തിലും ഇൻസുലിൻ്റെ ആക്ഷനും ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിലും ഇങ്ങനത്തെ പല കാര്യങ്ങളിലും ഒക്കെയാണ്. അത് നമുക്ക് ആസ് എക്സ്പെക്റ്റഡ് അല്ലേ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. പക്ഷേ നമുക്ക് ഇപ്പം അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പല പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട ജീനുകളും ബ്രെയിനിലാണ് ആക്ട് ചെയ്യുന്നത്. ബ്രെയിനിലെ പല മോളിക്യൂൾസിലും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലും ന്യൂറോൺസ് തമ്മിലുള്ള കണക്ഷൻസിലും ഒക്കെ ആക്ട് ചെയ്യുന്ന ഒരു സാധനങ്ങൾ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും, അതെന്തായിരിക്കും? ഞാൻ പണ്ടേ എനിക്കതിൻ്റെ ഊഹമുണ്ട്, ഇപ്പോൾ ആൾക്കാർക്ക് ഊഹമുണ്ട്. അപ്പോൾ ഈ മെറ്റ്ഫോമിനും ഒക്കെ ഈ മെറ്റ്ഫോമിൻ ആക്ട് ചെയ്യുന്നതും ഒക്കെ ഇതിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഉദാഹരണത്തിന് ഇതൊക്കെ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറ്റൈറ്റി തരുന്ന ഒരു സെറ്റ് ഓഫ് ഇതുണ്ട്. അതായത് ബ്രെയിനിൽ നമുക്കറിയാമല്ലോ, നമുക്കൊരു തൃപ്തി തോന്നുന്ന, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു തൃപ്തി തോന്നുക, പിന്നെ ആവശ്യത്തിന് തടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് സ്റ്റോഴ്സൊക്കെ നമുക്കുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ലെപ്റ്റിൻ എന്ന് പറയുന്നൊരു ഹോർമോണൊക്കെ വഴിയായിട്ട് നമുക്ക് ഒരു സെറ്റൈറ്റി കൂടുതലുണ്ടാവും. പക്ഷേ നമുക്ക് അമിതവണ്ണമുള്ള ആൾക്കാർ ഇതൊന്നും ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ ഇതിനോട് അത്ര സെൻസിറ്റീവ് അല്ല, അവർ പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. പക്ഷേ എന്നാലും അങ്ങനെ ഒരു പാറ്റേണിലേക്ക് വീണു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കറിയാം പ്രമേഹം എന്ന് പറയുന്നത് അമിതവണ്ണവുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു അസുഖമാണ്. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് നമുക്ക് പ്രത്യേകിച്ച് മൈൽഡായിട്ടും തുടക്കമായിട്ടും ഈവൻ കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ട് ഇൻസുലിനൊക്കെ വേണ്ട ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു 10-20 കിലോ ഒക്കെ എക്സ്ട്രാ വണ്ണം ഉള്ളവർക്ക് ഈ 10 കിലോ ഒക്കെ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പൂർണ്ണമായിട്ടും പ്രമേഹം മാറാനായിട്ട് സാധ്യതയുണ്ട്. ഓഫ് കോഴ്സ് അത് പിന്നെയും പതുക്കെ അവർക്ക് വരാം. പക്ഷേ ഡയബറ്റീസ് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് പൂർണ്ണമായി ശരിയല്ല. നമുക്ക് ഈ പർട്ടിക്കുലർ രീതിയിൽ ഒരു 10-20 ഒക്കെ കിലോ വളരെയധികം അമിതവണ്ണം ഉള്ളവർക്ക് 10-20 കിലോ കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡയബറ്റീസ് പൂർണ്ണമായി മാറാം. പക്ഷേ അത് പിന്നെയും വെയിറ്റ് കൂടുമ്പോൾ അത് വരാം. മാത്രമല്ല ഭാവിയിൽ പിന്നെയും പതുക്കെ വരാം. പക്ഷേ വെയിറ്റ് കുറയ്ക്കുന്നത്, അമിതവണ്ണം ഉള്ളവർക്ക് ഭക്ഷണം കുറയ്ക്കുന്നതും, അത് ഇൻ്റലിജൻ്റായിട്ട് വേണ്ടതുപോലെ ഭക്ഷണം കുറയ്ക്കുന്നതും പ്രമേഹത്തിനുള്ളൊരു ചികിത്സയാണ്. പ്രമേഹം വരാതിരിക്കാനും അത് സഹായിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ മെറ്റ്ഫോമിൻ ബ്രെയിനിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് എന്തുകൊണ്ടായിരിക്കുമെന്നുള്ളത്. അതിനോട് ചേർന്ന് നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കഴിഞ്ഞ ഒരു 5-10 കൊല്ലമായിട്ട്, എസ്പെഷ്യലി കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഭീകരമായിട്ട് ഫീൽഡിൽ വന്ന ഒരു സാധനമാണ് ആൻറ്റി ഒബീസിറ്റി മെഡിസിൻസ്. നമുക്കറിയാം ഒബേസിറ്റി എന്ന് പറയുന്ന അമിതവണ്ണം, അതിനെതിരായിട്ട് കുറേ
സർജറികൾ വരെ ഇപ്പോൾ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്, വളരെയധികം. നമ്മുടെ അമേരിക്കയിലും യു കെയിലും ഒക്കെ ഭയങ്കര കൂടുതലാണ് ഒബേസിറ്റി. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള സർജറീസും വളരെ കോമൺ ആയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ സർജറീസിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നു. കാരണം ചില ക്ലാസ്സസ് ഓഫ് മെഡിസിൻസ്, GLP-1 എന്നൊക്കെ, ഗ്ലൂക്കോഗോൺ ലൈക്ക് പെപ്റ്റൈഡ് എന്നൊക്കെ പറയുന്ന ഒരു ഹോർമോൺ പോലെ ആക്ട് ചെയ്യുന്ന ചില മെഡിസിൻസ്, സെമാഗ്ലൂട്ടൈഡ് എന്നൊക്കെ പറയുന്ന ചില മെഡിസിൻസ്, ഒസംബിക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അതിഭീകരമായിട്ട് വന്നിരിക്കുകയാണ്. അത് പതുക്കെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല വിലയുണ്ട്. അതൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യാനായിരുന്ന ഡോക്ടർമാർ, എൻഡോക്രൈനോളജിസ്റ്റുകളും അത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഫിസിഷ്യൻസും തന്നെയാണ് ഇതൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്. അത് ഡയബറ്റീസിനെതിരെ മാത്രമല്ല, അമിതവണ്ണത്തിനെതിരെ വളരെ ഫലപ്രദമാണ് എന്ന് നമ്മൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പലപ്പോഴും ഈ അമിതവണ്ണത്തിനെതിരായിട്ടുള്ള ഈ മരുന്നുകൾ ആക്ട് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ബ്രെയിനിലാണ്, സറ്റൈറ്റി സിഗ്നൽസിലാണ്. അപ്പം പെട്ടെന്ന് അവർക്ക് തൃപ്തി വരും, ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കും, ഭക്ഷണത്തോടുള്ള ആർത്തി കുറയുന്നു. പിന്നെ നമ്മുടെ ഗ്യാസ്ട്രിക് എംറ്റിങ്ങിലും ഇത് ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചില ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. എസ്പെഷ്യലി ഒബേസിറ്റി, അമിതവണ്ണം, പ്രമേഹം തമ്മിലുള്ള ബന്ധം, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം വളരെയധികം റോള് നമ്മുടെ തലച്ചോറിനുണ്ട്, നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിലുണ്ട്, നമ്മുടെ അമിതവണ്ണത്തിലുണ്ട്. പുതിയതായിട്ട് ആൻറ്റി ഒബേസിറ്റി മെഡിസിൻസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അത് പലപ്പോഴും ഓവർ യൂസ്ഡ് ആവുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളത് പ്രിസ്ക്രൈബ് ചെയ്ത് പരിചയമുള്ള, ഇൻഡിക്കേഷൻസ് നോക്കി പ്രിസ്ക്രൈബ് പരിചയമുള്ള ഡയബറ്റോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ഫിസിഷ്യൻസിൻ്റെ അടുത്തുനിന്ന് മാത്രമേ നമ്മൾ ആ ചികിത്സ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മറക്കണ്ട. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.